ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇന്ത്യ ശരിക്കും ഒരു കൺസ്യൂമർ കൺട്രിയാണ്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ടിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടിങ്ങിനെ കുറിച്ചും ചിന്തിക്കണം. കാരണം 140 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ പണ്ടത്തേതിനേക്കാളും ഇന്ത്യയുടെ പർച്ചേസിങ് പവർ ഒരുപാട് കൂടിയിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ ഇന്ത്യയിൽ കുറച്ച് പാവപ്പെട്ട ആളുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി അവരൊക്കെ മിഡിൽ ക്ലാസ് കാറ്റഗറിയിലേക്ക് വന്നു. ഇന്ത്യയുടെ പർച്ചേസിങ് പവർ കൂടി. അപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു കൺസ്യൂമർ കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന നമുക്ക് ഇമ്പോർട്ട് ബിസിനസ്സിനെ കുറിച്ചും ചിന്തിക്കാം, നോട്ട് ഓൺലി എക്സ്പോർട്ട് ബിസിനസ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു 15 പ്രൊഡക്റ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് ആണ്. അതായത് ഇന്ത്യ ചൈനയിൽ നിന്ന് $101 ബില്യൺ പ്രൊഡക്റ്റാണ് 2023 ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു വലിയ എമൗണ്ട് ആണ്. 101 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുകേഷ് അംബാനീൻ്റെ ഒരു ആസ്തിയുടെ അത്രയൊക്കെ വരും. ഓക്കെ, അപ്പോൾ അത്രയും പ്രൊഡക്റ്റ് നമ്മൾ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $30 ബില്യൺ ആണ്. ഇതിനെ എങ്ങനെ നമുക്ക് ബിസിനസ് ആക്കാൻ പറ്റും? ചൈനയിലെ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യയിൽ ഇപ്പോഴും ഹൈ ഡിമാൻഡാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ ഒരുപാട് പുതിയ ടെക്നോളജീസ് ഉണ്ട്. ഇപ്പോൾ ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ടെക്നോളജിക്കലി ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് പ്രൊഡക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇംപെക്സ് എന്ന് പറഞ്ഞ കമ്പനി അറിയാം. ഈ കമ്പനി ഡീൽ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ചൈനയിൽ നിന്ന് റീബ്രാൻഡ് ചെയ്ത് വരുന്നതാണ്. ഇതുപോലെ നമുക്ക് ടോപ്പായിട്ടുള്ള ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബോട്ട്, നോയ്സ് ഫ്ലെയർ, ഫയർ ബോൾട്ട് ഇങ്ങനെയുള്ള വാച്ച് കമ്പനീസ്, ഒരുപാട് കമ്പനീസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചൈനയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. നമുക്കും ഇതുപോലെ തന്നെ നമ്മുടെ ഓൺ ബ്രാൻഡിൽ ഓൾ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയുടെ മാർക്കറ്റ് വെച്ചാൽ $30 ബില്യൺ വലിയൊരു മാർക്കറ്റാണ് ഇലക്ട്രോണിക് പ്രൊഡക്റ്റിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് നിങ്ങൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. സെക്കൻഡ്, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് ഓർഗാനിക് കെമിക്കൽസ് ആണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, നോ ഐഡിയ. തേർഡ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അത് ഓർഗാനിക് കെമിക്കൽസ് $12 ബില്യൺ പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക്. തേർഡ് വൺ മിഷനറീസ് ആണ്. മിഷനറീസ് നമ്മൾ $10 ബില്യൺ മിഷനറി നമ്മൾ ചൈനയിൽ നിന്ന് കൂടി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പലപ്പോഴും ഇന്ത്യ മാനുഫാക്ചറിങ് രംഗത്ത് കുറച്ച് താഴത്തോട്ട് പോകാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് മാൻ പവർ ഇല്ലാത്തതല്ല. നമ്മുടെ നല്ല മാൻ പവർ ഉണ്ട്, പക്ഷേ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിലും മിഷനറീസിലും ഉള്ള പ്രോബ്ലംസ് ആണ്. ഇതിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രോബ്ലം നമുക്ക് ഒരു വിധത്തിൽ പരിഹരിക്കാം, പക്ഷേ മിഷനറീസ് ഭയങ്കര വലിയ പ്രോബ്ലമാണ്. അപ്പം നമുക്ക് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നല്ല മിഷനറീസ് ഉണ്ടെങ്കിലാണ് വലിയ വലിയ പ്ലാന്റുകൾ സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ്ലി മാൻ പവർ യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ആക്യുറസിയും കുറവായിരിക്കും, ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലും കുഴപ്പം വരും. പിന്നെ ചിലവ്, അതാണ് ഏറ്റവും ബിസിനസ്സുകാരെ അഫക്റ്റ് ചെയ്യുന്നത്. എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ നല്ല മിഷനറീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഓരോ പാക്കിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും ഒക്കെ ഫിനിഷിങ് നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഫിനിഷിങ് കൂടുതലായിരിക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, ആക്യുറസി കൂടുതലായിരിക്കും. സോ ഇന്ത്യയിലെ ആളുകൾ മിഷനറീസ് ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം എന്നെ തന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത പല ആളുകളും ഇപ്പോൾ ചിപ്സ് മാനുഫാക്ചർ ചെയ്യുന്ന മെഷീന്, ഇങ്ങനെ ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല മെഷീൻസും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിനുള്ള അസിസ്റ്റൻസും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനി അതിൻ്റെ ഫുൾ അസിസ്റ്റൻസ്, ചൈനയിലുള്ള IPT എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് നമ്മൾ ടൈപ്പ് ആണ്. ആ കമ്പനി ഒരു എൻഡ് ടു എൻഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ ചൈനയിലെ ബയ്യറിൻ്റെ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എടുക്കും. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ, പൈസ മേടിച്ചിട്ട് എന്തെങ്കിലും ചീറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, അതൊക്കെ നമ്മൾ ഫുള്ള് തറവ് സ്റ്റഡി നടത്തും. അതിനുശേഷം ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ നോക്കും, ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കമ്പയർ ചെയ്യും. ഇപ്പം നിങ്ങൾ പറയുകയാണ് ഇന്നൊരു ബയ്യറിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ആ ബയ്യറിൻ്റെ നിന്ന് പ്രൊഡക്റ്റ് എടുത്ത് തരുമല്ല ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഫുള്ള് നമ്മൾ കമ്പയർ ചെയ്യും. മാർക്കറ്റിൽ ബെസ്റ്റ് പ്രൈസിലാണ് ഈ കമ്പനി തരുന്നതെങ്കിലാണ് നമ്മൾ ആ കമ്പനിയെ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ കമ്പനി സജസ്റ്റ് ചെയ്യും. ഈ കമ്പനി ഇതേ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇതിലും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ ഇതിലും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇതിലും ബെസ്റ്റ് പ്രൈസിൽ തരും. അങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് കമ്പനി ചൈനയിലുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മിഷനറീസ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ബിസിനസ്സാണ്. കാരണം ഇമ്പോർട്ട് എക്സ്പോർട്ട് രംഗത്ത് വരുന്ന ഒരുവിധം ബിഗ് പ്ലെയേഴ്സിനൊക്കെ ഒത്തിരി മിഷനറീസ് വേണം. ഈവൻ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ സുഹൃത്ത് കോഴിക്കോട് അവരൊരു മറ്റേ ഡ്രൈ ഫിഷിൻ്റെ ഒരു മിഷനറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നായിരുന്നു. 1.5 കോടി രൂപ മിഷനറിക്ക് കോസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലിങ്ങനെ നമ്മൾ മെഷീനിൽ ഇങ്ങനെ മീനിങ്ങനെ കയറി വരുമ്പം
ഒരു സൈഡിൽ കൂടെ തണുപ്പ്, ഒരു സൈഡിൽ കൂടെ ചൂടും വരും. അപ്പോൾ വാട്ടർ കണ്ടന്റ് പോകാതെ തന്നെ ഫിഷിനെ ഡ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടന്റ് പോകുമ്പോഴാണ് ഫിഷിൻ്റെ വൈറ്റമിൻസും ക്വാളിറ്റിയും ടേസ്റ്റും എല്ലാം പോകുന്നത്. അപ്പോൾ വാട്ടർ കണ്ടന്റ് പോവാതെ ഇത് ഡ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോകത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ മെഷീൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അതിൻ്റെ അടുത്ത് ചിലപ്പം ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കും, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ആ മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ്, അല്ല 1.5 കോടി രൂപയാണ്, സോറി. അപ്പോൾ ആ മെഷീനറി അവർ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചൈനയിൽ നിന്ന് മെഷീനറീസ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളായിക്കൂടാ? കാരണം ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ചൈനയിൽ നിന്ന് മെഷീനറീസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. പിന്നെയുള്ളത് അയൺ ആൻഡ് സ്റ്റീലാണ്. $8.7 ബില്യൺ, $8.76 ബില്യൺ ബിസിനസ്സാണ് അയൺ ആൻഡ് സ്റ്റീൽ രംഗത്ത് നമ്മൾ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അയൺ സ്റ്റീൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നമുക്ക് പോർച്ചുഗലിൽ വേറൊരു കമ്പനിയായിട്ട് കണക്ഷൻ ഉണ്ട്, ഞങ്ങൾ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ബെസ്റ്റ് റേറ്റിൽ ബെസ്റ്റ് ക്വാളിറ്റി സാധനം നമുക്ക് പോർച്ചുഗലിൽ നിന്ന് തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോർച്ചുഗലിൽ നിന്ന് സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യണം, അയൺ ഇമ്പോർട്ട് ചെയ്യണം, എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ, ഞങ്ങൾ സപ്ലൈസിനെയൊക്കെ കണക്ട് ചെയ്ത് തരാം. ഓക്കെ, അത് ഞങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് ആണ്. ദെൻ പ്ലാസ്റ്റിക്, പിന്നെ മെഡിക്കൽ പ്രൊഡക്ട്സുകൾ, അതായത് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലൗസുകൾ, സിസേഴ്സ്, ഓപ്പറേഷന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, സ്റ്റീൽ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒന്നും പേര് പറയാൻ അറിയില്ല, ഈവൻ വീൽ ചെയർസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് $6.45 ബില്യൺ ഇമ്പോർട്ടിംഗ് ആണ് ഇന്ത്യയിലേക്ക് നടക്കുന്നത്. അതൊരു വലിയ ബിസിനസ്സാണ്. അതും കോസ്റ്റിലൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. നല്ല ബെറ്റർ പ്രൈസിൽ നമുക്ക് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്, മെഡിക്കൽ പ്രോഡക്റ്റുകൾ നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വർക്കിൽ നടക്കുവാണ്. നമ്മൾ അതിൻ്റെ ഒരു ഗ്രൗണ്ട് സ്റ്റഡീസ് ഒക്കെ നടത്തി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ കണക്ട് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, അപ്പം മെഡിക്കൽ പ്രോഡക്റ്റ് നല്ലതാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആർട്ടിക്കിൾസ് നമ്മൾ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏതാണ്ട് $5.83 ബില്യൺ ബിസിനസ്സാണ്. അതും വലിയൊരു ബിസിനസ്സാണ്. പിന്നെയുള്ള എന്താ വെച്ചാൽ വെഹിക്കിൾസിൻ്റെ പാർട്സ് ഇമ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം നമ്മളുടെ രാജ്യത്തെ എല്ലാ കമ്പനികളും, ഈവൻ മാരുതി തന്നെ 80% സ്പെയർ പാർട്സ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. എനിവേ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റും തോന്നില്ല, കാരണം നമ്മൾ ആ ഒരു ഫീൽഡിലല്ലോ. വെഹിക്കിളൊന്നും എന്തായാലും നമ്മൾ മാനുഫാക്ചർ ചെയ്യത്തില്ല. ഓക്കെ, ലിമിറ്റ് അത് കണ്ട് $5.8 ബില്യൺ ബിസിനസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഫർണിച്ചർ മെറ്റീരിയൽസ്, ഫർണിച്ചർ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഗുഡ് ഓപ്ഷനാണ്. എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ തൊടുപുഴ തന്നെ മങ്ങാട്ടുപള്ളിയിൽ ഒരു ഷോപ്പുണ്ട്. അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് കിച്ചൺ എക്യുപ്മെൻറ്റ്സ്, ഫർണിച്ചറുകളൊക്കെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവരുടെ ഒരു ബിസിനസ് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇവർ 30 കോൺട്രാക്ടേഴ്സുമായിട്ട് ഇവർ എഗ്രിമെൻറ്റ് വെച്ചേക്കുകയാണ്, ഒരു കമ്മീഷൻ ബേസിസിൽ. അപ്പോൾ ഇപ്പോൾ ഇവർ ഈ മേസ്ത്രിമാർ, അങ്ങനെ വീട് പണിയുന്ന ആളുകളുമായിട്ടാണ് ഇവർ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ വീട് പണിയുന്ന ആൾക്കാർ ഇവരെ റെക്കമെൻഡ് ചെയ്യും, അപ്പോൾ അവർക്കൊരു കമ്മീഷൻ കൊടുക്കും. അതാണ് ബിസിനസ്. അപ്പോൾ ഈ ബിസിനസ് നിങ്ങൾക്കും ചെയ്യാം. കാരണം നിങ്ങൾ ചൈനയിൽ നിന്ന് ഒരു ഷോപ്പ് നാട്ടിലിടുക, ചൈനയിൽ നിന്നുള്ള കുറച്ച് പ്രോഡക്റ്റിൻ്റെ മോഡൽസ് അവിടെ കൊണ്ട് വെക്കുക, എന്നിട്ട് നിങ്ങൾ കുറേ കോൺട്രാക്ടേഴ്സിനെ, വീട് പണിയുന്നവരും മേസ്ത്രിമാരൊക്കെ പോയി പരിചയപ്പെടുക, അവർക്ക് കമ്മീഷൻ സംസാരിച്ച് ധാരണയാക്കുക. അപ്പോൾ ഇവർ വീട് പണിയുമ്പോൾ നമ്മുടെ കാറ്റലോഗ്സ്, ബ്രൗഷറൊക്കെ അവരെ കാണിക്കും. അപ്പോൾ നമ്മുടെ ക്ലയൻസോട് നമ്മൾ കാണിച്ചു കാറ്റലോഗ്സ്, ബ്രൗഷേഴ്സ് എല്ലാം കാണിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ കുറച്ച് പ്രോഡക്റ്റിൻ്റെ സാമ്പിൾസ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് അവർക്ക് ഓക്കെ ആണെങ്കിൽ പ്രോഡക്റ്റ് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അതൊരു വലിയ ബിസിനസ്സാണ്. ഞാൻ അറിയുന്ന ആൾ അവർ ഒത്തിരി ലാഭം ഉണ്ടാക്കുന്നുണ്ട് ആ ബിസിനസ് ചെയ്തിട്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫർണിച്ചർ. പിന്നെ ടെക്സ്റ്റൈൽസ് നമ്മൾ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.7 ബില്യൺ ബിസിനസ്സാണ്. പക്ഷേ ടെക്സ്റ്റൈൽസിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയും ബെസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ സൂററ്റിലൊക്കെ പോയാലൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടും. ഇനി ബനിയൻ മെറ്റീരിയലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് തിരുപ്പൂർ നമുക്ക് ബനിയൻ്റെ ഒത്തിരി മാനുഫാക്ചറിങ് ഉണ്ട്. ഞങ്ങൾ തന്നെ തിരുപ്പൂരിൽ നിന്ന് പ്രോഡക്റ്റ് എടുത്ത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിലേക്ക് നമ്മൾ ടീഷർട്ട് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പക്ഷേ ചൈനയിൽ കുറച്ച് ട്രെൻഡ് അപ്ഡേറ്റഡ് ആയിരിക്കും, കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ചൈനയിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, നല്ലൊരു ബിസിനസ്സാണ്. പക്ഷേ ഇന്ത്യയിലുണ്ട് ക്ലോത്ത്, നിങ്ങൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇൻ മൈ ഒപ്പീനിയൻ. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ പേപ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ലാസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ പാർട്ട്ണർ, ഞങ്ങൾക്ക് എക്സ്പോർട്ടിങ് ആവശ്യത്തിന് ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ പോകണം, കുറച്ച് പ്രിൻറ്റിങ് സാധനങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്കത് കിട്ടാൻ ഒത്തിരി ലേറ്റ് ആവും. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞാൽ പേപ്പർ മെറ്റീരിയൽ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ അങ്ങോട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്ത്, ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 5 ലക്ഷം രൂപ ആദ്യം കൊടുത്ത് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോഴത്തെ കാര്യമല്ല, ഒരു 1 ഇയർ ബാക്കുള്ള കഥയാണ്. ഇപ്പോഴത്തെ സെനാരിയോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവൈലബിലിറ്റി ഭയങ്കര പ്രോബ്ലമാണ്. പേപ്പറിന് നല്ല ഡിമാൻഡ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. ഇനി ഞാൻ ആ ബിസിനസ് ചെയ്തിട്ടില്ല. പക്ഷേ പേപ്പറിന് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ പേപ്പർ മെറ്റീരിയൽ നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും.
ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ല ബിസിനസ്, അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത കുറച്ച് ഏരിയാസ് ആണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ബിസിനസ് തന്നെ ചെയ്യാതെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക. അപ്പം എന്നിട്ട് നമ്മൾ ഈ പേപ്പർ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ, കുറച്ച് പേപ്പർ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, പേപ്പർ കപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രിന്റിംഗ് പ്രസ്സുകളിലൊക്കെ നമുക്ക് പോയി ചുമ്മാ ഒരു എൻക്വയറി നടത്തുക. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഞങ്ങൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് തരട്ടെ, നിങ്ങൾക്ക് എന്ത് റേറ്റിൽ തന്നാൽ മേടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് റേറ്റിലാണ് മേടിക്കുന്നത്, ഒരു മാർക്കറ്റ് സ്റ്റഡി നിങ്ങൾ എന്താണെന്ന് നടത്തി നോക്ക്. ബെറ്റർ റേറ്റിൽ നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് ഈ പ്രോഡക്റ്റ് എടുത്ത് ചെയ്യാം. അതിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിനെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് മിനറൽസിനെ കുറിച്ച് എനിക്കറിയില്ല. പിന്നെ ടോയ്സും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങൾ ചൈനയിൽ നിന്ന് ടോയ്സ് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇന്ത്യൻ ടോയ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ടോയ്സിനെ നിങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ചൈനീസ് ടോയ്സ് കുറച്ചുകൂടെ AI ബേസ്ഡ് ആണെന്ന് പറയും. AI എന്ന് പറയാൻ പറ്റത്തില്ല, AI എന്ന് പറഞ്ഞാൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള ടോയ്സ് ആണ്. അങ്ങനത്തെ ടോയ്സ് അല്ല, എന്നാലും കുറച്ചുകൂടെ ഒക്കെ റെസ്പോൺസീവ് ആയിട്ടുള്ള ടോയ്സ് ആണ് ചൈന ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടോയ്സ് ആയിരിക്കും. കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റി എന്നല്ല, ടെക്നിക്കലി കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടോയ്സ് ആണ് ചൈനയുടെ. അപ്പോൾ കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഈവൻ മാർക്കറ്റിംഗ് പർപ്പസിന് ചൈനീസ് ടോയ്സ് ആയിരിക്കും ബെസ്റ്റ്. എന്നിരുന്നാലും ഇന്ത്യൻ ടോയ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചൈനീസ് ടോയ്സ് വേണമെങ്കിൽ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഫുഡ് വെയേഴ്സ്. അതിൽ പറയാനുള്ള കാര്യം ഷൂസ് ആണ്. ഷൂസ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റി, കാരണം ഈ ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് എനിക്ക് ഇൻഡെപ്ത് നോളജ് ഉണ്ട്. കാരണം ഞാൻ ഇന്ത്യയിൽ എവിടെയൊക്കെ ഷൂ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് എല്ലാം നമ്മൾ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ആഗ്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. ആഗ്രയിൽ നമ്മുടെ റെഡ് ഫോർട്ടിനൊക്കെ അടുത്താണ് ഈ ഷൂവിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എനിവേ റെഡ് ഫോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷൂവിൻ്റെ മെയിൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത്. ഞാൻ അവിടെ പോയി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കമ്പയർ ചെയ്തിരുന്നു ഡൽഹിയിൽ, ആഗ്രയിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ കിട്ടുന്ന ഷൂവും നമ്മൾ ഇമ്പോർട്ടഡ് ഷൂസ് തമ്മിലുള്ള വ്യത്യാസം. ഇതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഷൂസൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഷൂസാണ്. ക്വാളിറ്റി വൈസ് ഓക്കെയാണ്. ഞാൻ ഒരു ഷൂ യൂസ് ചെയ്ത് നോക്കി, ഒരു 6 മാസം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ 1 വർഷം ഉപയോഗിച്ചിട്ടൊന്നും കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് ടെക്നിക്കലി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഷൂസാണ്, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പക്ഷേ ചൈനയിലൊക്കെ വെച്ചാൽ ഏറ്റവും ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഷൂസാണ് അവർ ഉണ്ടാക്കുന്നത്. ഈവൻ പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ചൈനയിൽ നിന്ന് റോ മെറ്റീരിയൽ എടുത്തിട്ട് ഷൂ മാനുഫാക്ചർ ചെയ്യാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് വിയറ്റ്നാമിൽ ഒരു ഷൂവിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ ആളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ചൈനയിൽ നിന്ന് റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അവരവിടെ മാനുഫാക്ചർ ചെയ്യാണ്. വിയറ്റ്നാമിൻ്റെ സ്റ്റിച്ചിങ് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു സ്റ്റിച്ചിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെയും വീഡിയോസ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ ചിലപ്പോൾ ചാനലിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഷൂവിൻ്റെ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ തുടങ്ങണമെങ്കിൽ ചൈനയിൽ നിന്ന് റോ മെറ്റീരിയൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, അതിന് കാരണം ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീനറീസ് ഒക്കെ നമുക്ക് വേണ്ടി വരും. അതിലും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഷൂസ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതാണ്. കാരണം ചൈനയുടെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ലോകത്തിൽ വരാൻ പോകുന്ന ട്രെൻഡുകൾ, ലോകത്തിൽ ഇനി അപ്ഡേറ്റ് ആകാൻ പോകുന്ന ട്രെൻഡുകൾ വരെ മനസ്സിലാക്കിയിട്ട് അവർ ആ ട്രെൻഡിൽ നമുക്ക് ഷൂ ഇറക്കി തരും.